കാണാൻ കഴിയുന്നത് പോലെ വലിയ ആൾക്കൂട്ടമാണ് അദ്ദേഹത്തിന് അന്തിമ യാത്രയപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. നമുക്ക് കാണാം, വലിയ ആൾക്കൂട്ടമാണ്. മഴ അതിശക്തമായിട്ട് ഇപ്പോൾ അല്പം മുമ്പൊന്ന് പെയ്ത് തോർന്നതേ ഉള്ളൂ. മഴ ഇനിയും പെയ്യും എന്ന മട്ടിലാണ് അന്തരീക്ഷം ഉള്ളത്. പക്ഷേ മഴ പ്രശ്നമല്ല എന്ന മട്ടിൽ ഇപ്പോൾ തന്നെയും വലിയ ആൾക്കൂട്ടം വന്നു ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, അത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന് യാത്രയപ്പ് നേരാൻ വേണ്ടിയിട്ട് എത്തും എന്ന് തന്നെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വി അരുൺകുമാറിന്റെ വീട്ടിന് മുന്നിൽ ആളുകൾ, കുട്ടികളും സ്ത്രീകളും ഒക്കെ അതിരാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നുണ്ടായിരുന്നു. നമുക്കറിയാം, അങ്ങേയറ്റം നാടകീയമായ ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെത്. അത്രക്ക് കരുത്താർന്ന ഒരു ജീവിതം സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൽ കേരളം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് അധികായന്മാരായിട്ടുള്ള നേതാക്കള് എല്ലാ പ്രദേശത്തിന് എന്ന പോലെ നമുക്കും ഉണ്ടായിരുന്നു, കേരളത്തിനും ഉണ്ടായിരുന്നു. നമ്മുടെ 3.25 കോടി ജനതയുള്ള ഈ കേരളത്തിന്റെ ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രം അത്തരം അധികായന്മാരായുള്ള നേതാക്കളുടെ കൂടെ കാലമാണ്. അധികായന്മാരായിട്ടുള്ള ആ നേതാക്കൾ ചേർന്നുണ്ടാക്കിയതാണ്. പക്ഷേ 1923 അദ്ദേഹം ജനിച്ചു എന്ന് നമ്മൾ ഓർക്കണം. 1923 എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കുമ്പോൾ എത്രമാത്രം ദീർഘമായിട്ടുള്ള ഒരു കാലയളവാണ്, എത്രക്ക് പിന്നിലാണ് ആ കാലം. അതിനുശേഷവും 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും, അതിനുശേഷം RSS. ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിൽക്കാലത്ത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ സാമൂഹ്യ ഗതിയെ നിർണ്ണയിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹം ജനിച്ചതിന് 2 വർഷത്തിന് ശേഷമാണ് ഉണ്ടായത്. അദ്ദേഹം ജനിച്ച എത്രയോ വർഷത്തിന് ശേഷമാണ്, അദ്ദേഹം യുവാവായിരുന്ന കാലത്താണ് നമ്മൾ ഈ ജീവിക്കുന്ന കേരളം എന്ന നാടുണ്ടായത് എന്ന് നമ്മൾ ഓർക്കുന്നു. അത് അദ്ദേഹം കൂടെ സൃഷ്ടിച്ചതാണ്, അദ്ദേഹം മുൻകൈയെടുത്ത് സൃഷ്ടിച്ചതാണ് എന്ന് നമ്മൾ ഓർക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ ഹർഷൻ നമ്മൾ എടുത്ത് സംസാരിച്ചു തുടങ്ങിയാൽ നമുക്ക് ഓരോ രാഷ്ട്രീയ ഘട്ടങ്ങളും അങ്ങേയറ്റം സങ്കീർണവും നാടകീയതയും ഉള്ളതായിരുന്നു എന്ന് നമ്മൾ കാണണം.